1994 രൂപീകരിച്ച AMMA എന്ന താരസംഘടനയിൽ MG സോമൻ പ്രസിഡന്റായപ്പോൾ മമ്മൂട്ടിക്കൊപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ടുകൊണ്ടായിരുന്നു മോഹൻലാൽ താരസംഘടനയ്ക്കൊപ്പമുള്ള യാത്ര ആരംഭിച്ചത്. 2000-ൽ ആദ്യമായി ഇന്നസെന്റ് പ്രസിഡന്റായപ്പോഴും മോഹൻലാൽ സുരേഷ് ഗോപിക്കൊപ്പം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു. 2003-ലാണ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. 2015 വരെ മോഹൻലാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയും ചെയ്തു. ഇതിനിടയിൽ ചില പ്രതിസന്ധികൾ സംഘടനയ്ക്ക് നേരിടേണ്ടി വന്നു. നടൻ തിലകൻ സംഘടനയ്ക്കെതിരെ ഉന്നയിച്ച ചില ആരോപണങ്ങളാണ് ആദ്യ പ്രതിസന്ധി. 2010-ലാണ് തിലകൻ ആരോപണം ഉന്നയിക്കുന്നത്. തൊഴിൽ നിഷേധം, മാഫിയ പ്രവർത്തനം, ജാതി വിവേചനം തുടങ്ങിയ എണ്ണമറ്റ ആരോപണങ്ങൾ കൊണ്ട് തിലകൻ താരസംഘടനയെ കടന്നാക്രമിച്ചു. മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനുമെതിരെ തിലകൻ പരസ്യമായി നിലപാടെടുത്തു. അപ്പോഴൊക്കെയും തിലകനെതിരെ AMMA ഒറ്റക്കെട്ടായി നിന്നു. AMMയുടെ യോഗത്തിലേക്ക് പോലീസ് സംരക്ഷണയിലെത്തിയ തിലകനെ ഒടുവിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടതിനൊരു പരിഹാരവും കണ്ടു. 2017-ൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെതിരെ എന്ത് നിലപാടെടുക്കും എന്നതായിരുന്നു സംഘടന നേരിട്ട അടുത്ത പ്രതിസന്ധി. ആദ്യം ദിലീപിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച സംഘടന നിരന്തര സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ദിലീപിൽ നിന്നും രാജി വാങ്ങി തടി തപ്പുകയാണുണ്ടായത്. എന്നും ഇരയ്ക്കൊപ്പമാണ്. പക്ഷെ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. ഇത് വ്യാപക വിമർശനങ്ങൾക്ക് ഇടവരുത്തി. 2018-ലാണ് മോഹൻലാൽ AMMA പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. 2018 ജൂൺ 24-ന് ചുമതലയേറ്റ മോഹൻലാലിന്റെ ഭരണസമിതി ജൂൺ 28-ന് ദിലീപിനെ തിരിച്ചെടുക്കുന്നതിനുള്ള ചർച്ചകളും തുടങ്ങി. ഇതിൽ പ്രതിഷേധിച്ച് രമ്യ നമ്പീശൻ, റിമ കല്ലിങ്കൽ, ഗീതു മോഹൻദാസ് എന്നിവർ രാജിവെച്ചു. AMMA യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടിമാരായ രേവതി, പാർവതി തിരുവോത്ത്, പത്മപ്രിയ എന്നിവർ കത്തും നൽകി. കത്ത് നൽകിയെന്ന വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ച മോഹൻലാൽ 3 നടിമാർ എന്ന് വിളിച്ചതും വിവാദമായിരുന്നു. ചർച്ചയിൽ പരിഹാരമായില്ല എന്ന് മാത്രമല്ല, 3 പേരും പലപ്പോഴും AMMയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സംഘടനയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയായപ്പോൾ ഇനി അധ്യക്ഷ സ്ഥാനത്തേക്കില്ല എന്നായിരുന്നു മോഹൻലാൽ ആദ്യം തീരുമാനിച്ചത്. എന്നാൽ മോഹൻലാൽ പിന്മാറിയാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം വേണ്ടിവരുമെന്ന സാഹചര്യം മുന്നിൽ കണ്ട ഒരു വിഭാഗം നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായിരുന്നു മോഹൻലാൽ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നത്. ഇതിന്റെ പേരിലും നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു പുതിയ ഭരണസമിതി നേരിട്ട പ്രതിസന്ധി. സർക്കാർ തീരുമാനിക്കട്ടെ എന്ന മറുപടിയിൽ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് AMMയുടെ നിലപാടില്ലായ്മ വെളിപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടപ്പോഴും സംഘടന ആശയക്കുഴപ്പത്തിൽ തന്നെയായിരുന്നു. റിപ്പോർട്ടിൽ നിലപാട് പറയാൻ ഒരാഴ്ച സമയമെടുത്തു താരസംഘടന. ജനറൽ സെക്രട്ടറി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഒട്ടും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നില്ല. സംഘടനയ്ക്കെതിരെ മുതിർന്ന താരങ്ങളായ ജഗദീഷും ഉർവശിയും നിലപാടെടുത്തതോടുകൂടി സംഘടന വീണ്ടും പ്രതിരോധത്തിലായി. പിന്നാലെ വന്ന ലൈംഗിക ആരോപണത്തിൽ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് ആദ്യം സ്ഥാനമൊഴിഞ്ഞു. ബാബുരാജ്, സുരാജ് വെഞ്ഞാറമൂട് എന്നിങ്ങനെ ഭരണസമിതിയിലുള്ളവർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങിയതോടെ തെറ്റു ചെയ്തവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് യുവതാരങ്ങളടക്കം നിലപാടെടുത്തു. മാത്രമല്ല, കൂടുതൽ പേർക്കെതിരെ ആരോപണം വരാനുള്ള സാധ്യതയും കൂടി ഉണ്ടെന്ന വിലയിരുത്തലും ഉണ്ടായി. ഇതോടെയാണ് ഈ സമയം അത്രയും മൗനം പാലിച്ച അധ്യക്ഷൻ മോഹൻലാൽ ആദ്യം സ്വയം രാജിവെക്കാൻ തീരുമാനിക്കുകയും പിന്നീട് ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തത്. AMMയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യ കൂട്ടരാജിയും ഭരണസമിതി പിരിച്ചുവിടലും ഉണ്ടായി. അങ്ങനെ 3 പതിറ്റാണ്ട് പിന്നിടുന്ന താരസംഘടനയുടെ 4 പ്രസിഡന്റുമാരിൽ ഏറ്റവും നാണം കെട്ട് പടിയിറങ്ങേണ്ടി വരുന്ന ഭാരവാഹിയായി മാറിയിട്ടുണ്ട് മോഹൻലാൽ. മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനുള്ള മോഹൻലാലിന്റെ ആത്മവിശ്വാസമില്ലായ്മയും വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട്. AMMയെ പുതുക്കാനും ശക്തിപ്പെടുത്താനും വേണ്ടി സ്ഥാനം തിരിച്ച മോഹൻലാൽ ശ്രമിക്കുന്നത് കൈകഴുകി മാറാനാണോ എന്ന ചോദ്യങ്ങളാണ് ഏറെയും ഉയരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.